എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നയനയുടെ വീട്ടിൽ വെച്ച് അത്യാവശ്യം കുത്തി പറയുന്നുണ്ട് ജലജയും ജാനകിയും എല്ലാം. ഇതെല്ലാം കഴിഞ്ഞ് അവർ നവ്യം കൊണ്ട് വീട്ടിലോട്ട് വരുന്നു. വന്ന് കഴിയുമ്പോഴത്തേക്കും കനക എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ. കുറേ നേരം കരഞ്ഞൊക്കെ കഴിഞ്ഞ് അവരങ്ങ് പോകും. അതിനുശേഷം നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് കുഞ്ഞിനെ എടുത്തൊന്നുമില്ല. അതിൻ്റെ ഒരു പരിഭവമുണ്ട് നവ്യയ്ക്ക്. അതുകൊണ്ട് നവ്യ അവർ റൂമിലോട്ട് ചെല്ലുമ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നവ്യയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ നവ്യയുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം അങ്ങ് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അബി. ഇനിയിപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്ന് അറിയത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് പെട്ടെന്ന് അതങ്ങ് ഫീൽ ചെയ്യുന്നു. അത് വന്ന് മുത്തശ്ശനോട് ചോദിക്കും. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ ചന്തുമോൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ലെന്ന്. അന്നേരം നവ്യ പറയും പ്രാധാന്യം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെയായിട്ട് ഇവിടെ വന്നതിന് ശേഷം അതിനെ ഒന്ന് വന്ന് എടുക്കുക പോലും ചെയ്തില്ല നിങ്ങൾ എന്ന് പറഞ്ഞ് പരിഭവം പറയുന്നുണ്ട് നവ്യ അവരോട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നവ്യ കയറി അലമ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ആ വിഷം മൊത്തം അബി നവ്യയുടെ മനസ്സിൽ കുത്തിവെച്ചേക്കുന്നത്. ഇതിനിടയിൽ ആദർശ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. നവ്യനെ കൂട്ടിക്കൊണ്ട് വരാനൊന്നുമായിട്ട് ആദർശ് പോയില്ലായിരുന്നു. ഈ സമയം കിരൺ വിളിച്ചിട്ട് പോയതാണ്. DNA ടെസ്റ്റ് റിസൾട്ട് കിട്ടി. അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തിരിച്ചറിഞ്ഞ് വരുന്ന ആദർശ് ചന്തുമോളെ എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ടെൻഷൻ അങ്ങ് പോയല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നീട് വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങളൊന്നും ദേവയാനിയോട് പറയുന്നില്ല. ദേവയാനി പുറത്ത് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ്. DNA ടെസ്റ്റ് റിസൾട്ടൊക്കെ ദേവയാനിയെ കാണിക്കുന്നുണ്ട്. അന്നേരം ദേവയാനിക്കും സമാധാനമായി. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ദേവയാനി ആദർശനോടുള്ള ദേഷ്യമൊക്കെ മാറ്റി ചന്തുമോളെ കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു. അവർ ഭയങ്കരമായിട്ട് ചന്തുമോളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ അവർ മൂന്നുപേരും നവ്യയും ആദർശും ദേവയാനിയും ഇതൊക്കെ നേരത്തെ പിണക്കമൊക്കെ മാറി അവർ ഒന്നാവുക കേട്ടോ. ഇതൊക്കെ കാണുന്ന നവ്യയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നവ്യയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ്. കാരണം DNA ടെസ്റ്റ് റിസൾട്ട് വന്നതും അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനു മുമ്പുള്ളൊരു പ്രമോയിൽ പറഞ്ഞതുപോലെ തന്നെ നന്മമരമായ നയന എൻ്റെ ചേച്ചിയുടെ ജീവിതം നന്നായി പോകട്ടെ, ഏതായാലും എൻ്റെ ഭർത്താവ് അത്യാവശ്യം നാറിയിരിക്കുവാണ്, ആ അവസ്ഥ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതായിരിക്കാം കാരണം. ഇനി അനന്തപുരി അല്ലേ, വഴക്കിൻ്റെ കൂടാരമാണ്. എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടായി ബോംബ് പൊട്ടിക്കുന്ന പോലെ ഇതെടുത്ത് പുറത്തിടാനായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്.